ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? യുവർ ബോഡി ഹിയേഴ്സ് എവറിത്തിങ് ദാറ്റ് യുവർ മൈൻഡ് സേസ്. നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ശരീരം കേൾക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ പാർട്ടിൻ്റെ കണ്ടിന്യൂഷനാണ്. അതായത് പോസ്റ്റ്നേറ്റൽ പീരീഡിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഹെമറോയിഡ്സ് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഹെമറോയിഡ്സ് എന്ന് പറഞ്ഞാൽ മൂലക്കുരു. ഇനി നമുക്കുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളാണ് യൂറിനറി ഇൻകോണ്ടിനൻസ്. അതായത് പ്രഗ്നൻസിയുടെ സമയത്ത് നമ്മൾ പറഞ്ഞല്ലേ, നമുക്ക് എപ്പോഴും യൂറിൻ പാസ് ചെയ്യാനായിട്ട് ഇങ്ങനൊരു തോന്നൽ വരും, നമ്മൾ പോകുമെന്ന്. ഇനി അതല്ലാതെ ചിലർക്ക്, എല്ലാവർക്കും ഇല്ല, ചിലർക്ക് ഡെലിവറി കഴിയുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അറിയാണ്ട് ഇങ്ങനെ യൂറിൻ പോകും. ആ യൂറിൻ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള നമ്മുടെ മൂത്രസഞ്ചിയുടെ കപ്പാസിറ്റി കുറയുന്നതായിട്ട് നമുക്ക് കാണപ്പെടാറുണ്ട്. ചിലർക്ക് ബന്ധപ്പെടുന്ന സമയത്ത് വേദന ഉണ്ടാവാറുണ്ട്. അതായത് ഈ ബ്ലാഡർ ഇങ്ങനെ ഉള്ളിലേക്ക്, വജൈനയുടെ ഉള്ളിലേക്ക് തള്ളി വരിക. അതുപോലെ നമ്മുടെ റെക്ടോസീൽ, നമ്മുടെ റെക്റ്റം, നമ്മുടെ മലദ്വാരത്തിനടുത്തുള്ള ഭാഗം ഉള്ളിലേക്ക് തള്ളി വരിക. അങ്ങനെ ചില സംഭവങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ ഉണ്ടാവും. അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പെൽവിക് ഏരിയയിലുള്ള, അതായത് ഈ ഭാഗത്തുള്ള മസിൽസ് വീക്കൻ ആവുന്നതാണ് അതിനുള്ള കാരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിന് പെൽവിക് ഫ്ലോർ എക്സസൈസ് എന്ന് പറഞ്ഞിട്ട് ചില എക്സസൈസുകളുണ്ട്. അതായത് നമുക്ക് യൂറിൻ പാസ് ചെയ്യാനായിട്ട് ഇങ്ങനെ തോന്നി നിൽക്കുക. നമ്മൾ ആദ്യം പോയി യൂറിൻ പാസ് ചെയ്തിട്ട് വന്ന് ഒരു കസേരയിൽ റിലാക്സ് ആയിട്ട് ഇരിക്കുക. എന്നിട്ട് നമുക്ക് യൂറിൻ പാസ് ചെയ്യാൻ ഇങ്ങനെ മുട്ടിയിരിക്കാമെന്നൊരു ഫീൽ വരില്ലേ? ആ ഫീലിൽ നമ്മൾ ഈ വയറിലെ ഫുൾ മസിൽസിനെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് ഉള്ളിലേക്ക് പിടിക്കുക. എന്നിട്ട് ഒരു 1 2 3 4 5 അങ്ങനെ 10 വരെ കൗണ്ട് ചെയ്യുക. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഒരു 10 to 15 ടൈംസ് ഒരു ദിവസം മൾട്ടിപ്പിൾ ടൈംസ് ചെയ്യുക. അത് നമ്മുടെ പെൽവിക് ഫ്ലോർ മസിൽസിനെ ടൈറ്റൻ ചെയ്യാനായിട്ട് സഹായിക്കും. അതുപോലെ വേറെ കുറേ എക്സസൈസുകളുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും, ഞാനൊരു പെൽവിക് ഫ്ലോർ എക്സസൈസസിൻ്റെ ഒരു വീഡിയോ കാണിച്ചു തരാം. പിന്നെ നമുക്ക് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഹെയർ ലോസ്. നമുക്ക് പ്രഗ്നൻസിയിൽ നല്ല അടിപൊളിയായിട്ട് മുടിയൊക്കെ കിളിക്കും. എന്തുകൊണ്ടാണ്? നമ്മുടെ ഹോർമോൺ ചേഞ്ചസും നമ്മൾ കഴിക്കുന്ന അയണും കാൽഷ്യം ഒക്കെ കൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടം പോലെ മുടി കിളിക്കും. എന്നാൽ ഡെലിവറി കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേന് ഇതിൻ്റെ ഇരട്ടിയായിട്ട് പൊഴിഞ്ഞു പോകാനായിട്ട് തുടങ്ങും. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുക. ഡെലിവറിക്ക് ശേഷവും നമുക്ക് ഡോക്ടേഴ്സ് അയണും കാൽഷ്യം ഒക്കെ തരുന്നത് കറക്റ്റായിട്ട് കഴിക്കേണ്ടത് ആവശ്യമാണെന്ന് മനസ്സിലാക്കുക. ഹെൽത്തി ആയിട്ടുള്ള, നമുക്ക് അയണും കാൽഷ്യം ഒക്കെ കിട്ടുന്ന ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റുകൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ആവശ്യമെങ്കിൽ നമ്മൾ മൾട്ടി വൈറ്റമിൻസ് ഒക്കെ കഴിക്കാം. ബയോട്ടിൻ അടങ്ങിയിട്ടുള്ള ചില ടാബ്ലറ്റ് സപ്ലിമെൻറ്റ്സ് ഒക്കെ കൊടുക്കാറുണ്ട് ഡോക്ടേഴ്സ്, ഒരുപാട് ഹെയർ ഫോൾ ആണെങ്കിൽ. അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ എടുക്കാം. ഇനി അടുത്തതായിട്ട് വരുന്നത് എന്താണ്? നമുക്ക് പ്രഗ്നൻസിയിൽ തന്നെ ഡെലിവറി കഴിയുമ്പോഴത്തേന് നമുക്ക് മൂഡ് സ്വിങ്സ് വരുമെന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് പ്രോബ്ലംസും നമുക്ക് ഈ ഡെലിവറി കഴിഞ്ഞൊരു പോസ്റ്റ്നേറ്റൽ പീരീഡിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് പ്രോബ്ലംസിനെയൊക്കെ ഓവർകം ചെയ്യണമെങ്കിൽ നമ്മൾ പ്രഗ്നൻസിയിൽ തന്നെ നമ്മുടെ മൈൻഡിനെ അത് സെറ്റാക്കണം. അത് നമ്മൾ മാത്രം സെറ്റാക്കിയാൽ പോരാ, നമ്മുടെ കൂടെ ഉള്ള നമ്മുടെ പാർട്ട്ണർ ആവട്ടെ, നമ്മുടെ പേരൻസ് ആവട്ടെ, നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരും നമ്മളുടെ ഈ കുഞ്ഞിനെ റിസീവ് ചെയ്യുന്നതോടൊപ്പം നമ്മുടെ പോസ്റ്റ്നേറ്റൽ പീരീഡിനെയും റിസീവ് ചെയ്യാനായിട്ട് റെഡി ആയിരിക്കണം, അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആൻറ്റിനേറ്റൽ കൗൺസിലിങ്ങുകൾ ഇപ്പോൾ ഹോസ്പിറ്റലുകളിൽ കൊടുക്കാറുണ്ട്. അതൊക്കെ മാക്സിമം നമ്മുടെ ഫാമിലിയോടൊപ്പം തന്നെ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെന്താ, നമുക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ക്രാക്ഡ് നിപ്പിൾസ്, ഭയങ്കരമായിട്ട് ഇങ്ങനെ മുലക്കണ്ണ് പൊട്ടിയിട്ട് വേദന വരിക, അതിന് ഇൻഫെക്ഷൻ ആവുക, അങ്ങനെയൊക്കെ വരും. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? ഇത് ഹീൽ ചെയ്യാനുള്ള ഏറ്റവും നല്ല മരുന്നെന്ന് പറയുന്നത് നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക് തന്നെ ജസ്റ്റ് സ്ക്യൂസ് ചെയ്യുക, അതെടുത്ത് നന്നായിട്ട് തേക്കുക. അപ്പോൾ അത് ഡ്രൈ ആകുമ്പോഴത്തേനും അത് ഹീലാണ്. അതിനകത്ത് ഫാറ്റ് കണ്ടൻറ്റിന് ഈ നിപ്പിൾ ക്രാക്സ് ഒക്കെ ഹീൽ ചെയ്യാനുള്ള കഴിവുണ്ട് എന്നാണ് സ്റ്റഡീസ് തെളിയിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെയും ചെയ്യാം. പിന്നെ എപ്പോഴും നമ്മൾ കൃത്യമായിട്ട് 2 സൈഡിൽ നിന്ന് മാറി ബ്രസ്റ്റ് ഫീഡ് ചെയ്യാനും ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.